ഈ വാഹനത്തിൻ്റെ ഒരു രഹസ്യം പറയാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമൻറ്റുകൾ വായിക്കാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. 2022 മോഡൽ ബ്രെസ. വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതിയുടെ സാധാരണ നമ്മൾ കണ്ട വാഹനങ്ങളിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാഹന ശ്രേണിയിൽ രണ്ടാമൻ എന്താ പറയുക, ആദ്യം ബലീനോയാണ് വലിയ മാറ്റങ്ങളോടുകൂടി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാറ്റത്തോടുകൂടി വന്ന ഏറ്റവും പുതിയ ബ്രെസയാണ് നമ്മളുടെ കൂടെയുള്ളത്. കഴിഞ്ഞ ഒരു മാസ കാലയളവായി ബ്രെസ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഉപയോഗത്തിനിടയിലൂടെ ഉരുത്തിരിഞ്ഞ ചില കാര്യങ്ങളും അതോടൊപ്പം ചേർത്ത് മൊത്തം 10 കാര്യങ്ങൾ 10 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതായത് 2022 മോഡൽ ബ്രെസയെക്കുറിച്ച്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒന്നാമത്തെ കാര്യം ലുക്ക് എന്ന് പറയാം. അതായത് പല ആളുകളും കമൻറ്റിലൂടെ പറഞ്ഞതുപോലെ തന്നെ ഒരു മിനി റേഞ്ച് റോവർ ഡിസൈൻ മികവ് ശരിക്കും ഏറ്റവും പുതിയ ബ്രെസയിൽ നമുക്ക് പല ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് കാണാം. അതോടൊപ്പം തന്നെ ലാമ്പുകൾ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു DRL യൂണിറ്റുകളാണെങ്കിൽ അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ്, അതുപോലെ ബാക്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലാമ്പ് തുടങ്ങിയിട്ടുള്ളതൊക്കെ കാണുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള അപ്പീൽ ഈ വാഹനത്തിന് നൽകുന്നു. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റിങ്ങും ഈ വാഹനത്തിനകത്തുണ്ട് കേട്ടോ. വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനം ഒരു പേഴ്സണാലിറ്റി നൽകുന്നൊരു വാഹനമാണെന്ന് പറയാം. അതായത് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലും അല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ക്രൗഡിനിടയിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴൊക്കെ ഒരു വ്യക്തിത്വം നൽകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ മികവ് ഏറ്റവും പുതിയ ബ്രെസയ്ക്കുണ്ട് എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം സ്പേസ് ആണ്. അതായത് ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഈ വാഹനമായിട്ട് ഞാൻ ഒരുപാട് ദിവസം യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. മൊത്തത്തിൽ ഈ വാഹനത്തിനകത്ത് 5 ആളുകൾക്ക് യാത്ര ചെയ്യാം. അതായത് ബാക്ക് സീറ്റ് 4 ആളുകൾക്കൊക്കെ വിശാലമായിട്ടിരിക്കാം. അതായത് വൈഡർ സീറ്റുകളാണ്, അത്യാവശ്യം നല്ല രൂപത്തിൽ ഇരിക്കാൻ പറ്റും. അതുപോലെ ചെറിയ സ്ലോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ദീർഘദൂര യാത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ 328 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയും ഈ വാഹനത്തിനകത്ത്. അപ്പോൾ ഞങ്ങളൊരു 5 ആളുകളൊക്കെ യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ ലഗേജസും ബാക്കിൽ കൊള്ളും. അതിനുള്ള സൗകര്യം ബൂട്ട് സ്പേസിലുമുണ്ട്. അടുത്തൊരു കാര്യം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഡോർ അടക്കുന്ന സമയത്ത് സൗണ്ട് ശ്രദ്ധിച്ചോ എടോ, കുറച്ച് ടഫാണ് വാഹനം. അതായത് സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള പല മാരുതി വാഹനങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യാസം ഏറ്റവും പുതിയ ബ്രെസയ്ക്കുണ്ട്. അതുമാത്രമല്ല, ഇപ്പം ഗ്ലോബൽ എൻക്യാപ്പ് അതൊരു അഡീഷണൽ സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പരിഗണിക്കുന്ന ആളുകൾക്ക് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൂടിയുള്ളൊരു വാഹനമാണ് ഏറ്റവും പുതിയ ബ്രെസ എന്ന് പറയാം. ക്വാളിറ്റി വ്യത്യാസമുണ്ട്. നാലാമത്തൊരു കാര്യം ടെക് ഫീച്ചേഴ്സാണ് എന്ന് പറയാം. അതായത് ഏറ്റവും പുതിയ ബ്രെസയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് തന്നെയായിരുന്നു. ഹെഡപ്പ് ഡിസ്പ്ലേ, 360 ഡിഗ്രി ക്യാമറ വ്യൂ, സൺറൂഫ്, അതുപോലെ 6 എയർ ബാഗുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ടെക്നോളജി ഫീച്ചറുകൾ ഈ വാഹനത്തിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആംബിയൻ ലൈറ്റിങ്ങും ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. അഞ്ചാമത്തൊരു കാര്യം എൻജിനാണ്. 5 എൻജിൻ കോംബോ കറക്റ്റ് അല്ലേ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാബിൻ ഇങ്ങനെയല്ല, കളർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊരു യാത്രയൊക്കെ പോയി വന്നതിൻ്റെ ഒരു ക്ഷീണം പൊടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് കാണുന്നുണ്ട്. ഒരു 1.5 ലിറ്റർ, അതായത് 1462 cc പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. 101 ഹോഴ്സ് പവറും 136 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. മാനുവലിനകത്തും ഓട്ടോമാറ്റിക്കിൻ്റെ അകത്തും വാഹനം അവൈലബിൾ ആണ്. അതോടൊപ്പം ഒരു CNG വേർഷനും അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പം 2 ഫ്യൂവലിനകത്താണ് ഇത് പ്രധാനമായിട്ടും അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഒരു CNG എഞ്ചിനും. സൗണ്ട് നോക്കിയാൽ. ആറാമത്തൊരു കാര്യം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ഡ്രൈവിംഗ് ക്വാളിറ്റിയെക്കുറിച്ച് പറയാം. ബെറ്റർ റൈഡ് കംഫർട്ടുള്ളൊരു വാഹനമാണ്. നമ്മൾ ഹിൽ സ്റ്റേഷനിലൊക്കെ ഓടിച്ച സമയത്ത് പോലും ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റി. അങ്ങനെ കുത്തി നിൽക്കുന്ന ഫീലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്രൈവ് ക്വാളിറ്റിയുള്ള വാഹനമാണ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ ബെറ്റർ ഹാൻഡ്ലിംഗ് ആണ്. അതായത് നമ്മൾ സ്റ്റിയറിംഗ് വീലൊക്കെ ഭയങ്കര ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ സിറ്റി കാർ എന്നുകൂടി നമുക്ക് വിശേഷിപ്പിക്കാം. അതായത് സിറ്റി ട്രാഫിക്കിനിടയിലൊക്കെ നമുക്ക് അനായാസേന കൊണ്ടുപോകാൻ ഇത് സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല നല്ല ബെറ്റർ വിസിബിലിറ്റിയും ഈ വാഹനത്തിനകത്തുണ്ട്. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ പുറത്തെ കാര്യങ്ങളൊക്കെ കാണാൻ എവിടെയും അങ്ങനെ കാര്യമായിട്ട് ബ്ലൈൻഡ് സ്പോട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നല്ല ആക്സിലറേഷനും ആട്ടോ, ഭയങ്കര സ്മൂത്താണ്, റിഫൈൻഡ് ആണ്, ഒരു സൂപ്പർ സിറ്റി കാർ എന്ന് പറയാം. ഏഴാമത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ സീറ്റിലിരുന്ന് പറയാവുന്നതാണ് ബെറ്റർ മൈലേജ്. നമ്മളിപ്പം ഹിൽ സ്റ്റേഷനിലൊക്കെ ഓടിച്ച സമയത്ത് ഒരു 13.5 മുതലൊക്കെ ആയിരുന്നു നമുക്ക് ആവറേജ് കാണിച്ചു തരേണ്ടായിരുന്നത്. അത് നമുക്ക് 17 വരെ കിട്ടിയ സമയവുമുണ്ട്. എന്നാൽ കമ്പനി അവകാശപ്പെടുന്നത് 18 to 20, അതായത് 20 km/ലിറ്റർ എന്നുള്ള രൂപത്തിലാണ്. അപ്പം ഏറെക്കുറെ റിയൽ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൈലേജ് അല്ലെങ്കിൽ ഒരു ഫ്യൂൽ എഫിഷ്യൻസി തന്നെയാണ് ഈ വാഹനത്തിനകത്തുള്ളത്. 8ഉം 9ഉം 2 മിസ്സിംഗ് പാർട്ടുകളെ കുറിച്ചാണ്. അതായത് ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് ലോങ് യാത്രകളിൽ തോന്നിയ 2 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തത് സീറ്റ് വെന്റിലേഷൻ. ആ സീറ്റ് വെന്റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ഓപ്ഷൻ എനിക്കുണ്ട്. സീറ്റിംഗ് ശരിക്കും ലെതറല്ല, പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റുകളാണ്. അപ്പോൾ അതിനകത്ത് ഒരു വെന്റിലേഷൻ, ഇതിനകത്ത് വെന്റിലേഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ലെതർ സീറ്റ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു വെന്റിലേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് നിർത്താതെ 4-5 മണിക്കൂർ ഡ്രൈവ് ചെയ്തപ്പോൾ, അതായത് മൂന്നാറിലേക്ക് ഡ്രൈവ് ചെയ്ത സമയത്തൊക്കെ തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. 9ാമത്തൊരു കാര്യം ഡീസൽ എഞ്ചിൻ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. അതായത് ശരിക്കും മിസ് ചെയ്യുന്നൊരു സാധനമാണ് ഡീസൽ എഞ്ചിൻ മാരുതിയുടെ. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു.
പ്രത്യേകിച്ച് ഒരു ലോങ് ഡ്രൈവിൽ എനിക്ക് കുറച്ചും കൂടി മൈലേജ് കൂടുതൽ കിട്ടുമായിരുന്നല്ലോ എന്നൊരു തോന്നൽ മനസ്സിനുള്ളിൽ എവിടെയും കിട്ടും. അതുപോലെ കുറച്ചും കൂടി ബെറ്റർ ഡ്രൈവിംഗ് ഡീസലിൽ കിട്ടുമായിരുന്നല്ലോ എന്നൊരു തോന്നലും ഉണ്ടായിരുന്നു. ഇനി 10ാമത്തൊരു കാര്യം, അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു ഹിഡൻ ഫീച്ചറിനെ കുറിച്ചാണ്. ഇതുവരെ പറയാത്തൊരു ഹിഡൻ ഫീച്ചർ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ വാഹനം നിർത്തി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് ഉണ്ടാവും, ഇങ്ങനല്ലേ? അൺലോക്ക് ചെയ്യുമ്പോൾ 2 സൗണ്ടും അങ്ങനെ വരും. എന്നാൽ നമ്മൾ ചില സിറ്റുവേഷനിൽ ബോണറ്റ് ഓപ്പൺ ആയിട്ടാണ് ഇത് ലോക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് ബോണറ്റ് ക്ലോസ് ചെയ്യാൻ മറന്നു, അല്ലെങ്കിൽ ബോണറ്റ് ക്ലോസ് ചെയ്തപ്പോൾ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ ഒരു ഐഡിയ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒന്ന് ബോണറ്റ് ഓപ്പൺ ആക്കാം, എന്നിട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പം ബോണറ്റ് ഓപ്പൺ ആണ്. ഇനി ഞാൻ ലോക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോ, 3 എണ്ണം വന്നു. അൺലോക്ക് ചെയ്യുമ്പോൾ 2 എണ്ണം തന്നെ വരിക, ലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും 3 എണ്ണം വരും. ഞാൻ ലോക്ക് ചെയ്യണേ, ഇപ്പോൾ ലോക്കായി. ഇനി ലോക്ക് ചെയ്യുമ്പോൾ നോക്കിയോ, ഒരു സൗണ്ടാണ് നമുക്ക് കേൾക്കുക. അൺലോക്ക് ചെയ്യുമ്പോൾ 2 സൗണ്ടും. ഇതൊരു ഹിഡൻ സംഭവമായിട്ട് നമ്മൾ ഈ അടുത്തായിട്ട് കണ്ടെത്തിയതാണ്. യാദൃശ്ചികമായിട്ട് ലോക്കായപ്പോൾ സമയത്ത് അങ്ങനെ കണ്ടെത്തിയതാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ബ്രെസ്സയിൽ കണ്ട പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ. എനിക്ക് തോന്നിയ 10 കാര്യങ്ങളാണത്. ഇനി ഇതല്ലാത്ത ഒരുപാട് 10 കാര്യങ്ങൾ ഈ വാഹനത്തിനകത്തുണ്ട്. ടയറിൻ്റെ സൈസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ ചില ഫീച്ചറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താണ് എന്നുള്ളത്, ബ്രെസ്സ അത് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപയോഗത്തിൽ നിന്ന്, അതുപോലെ ഇത് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടു കൂടി ആ കമൻറ്റുകൾ വായിക്കാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഏറ്റവും പുതിയ ബ്രെസ്സ കഴിഞ്ഞ ഒരു മാസ കാലയളവ് ഉപയോഗിച്ച സമയത്ത് ആ വാഹനത്തിനകത്ത് നമ്മൾ കണ്ട ചില കാര്യങ്ങളും വാഹനത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ചില ഫീച്ചറുകളും എല്ലാം കൂടി ചേർത്തിട്ടുള്ള 10 കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.